ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സേമിയ പായസം ഞാൻ തയ്യാറാക്കിയത് തേങ്ങാപ്പാലിലാണ് ഈ ഒരു പായസം ഉണ്ടാക്കിയത്. അപ്പോൾ കുടിക്കാൻ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നേരെ വീട്ടിലോട്ടേക്ക് പോയിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പാത്രം ചൂടാക്കി വന്നിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കണം. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം. എന്നിട്ട് ഇതാ അത് പിന്നെ വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ നെയ്യിൽ തന്നെ ഒരു കപ്പ് പിന്നെ സെമിയം കൂടി ഒന്ന് വറുത്തെടുക്കണേ. ഏകദേശം ഒരു ഗോൾഡൻ കളറെല്ലാം ആകുന്നത് വരെ നല്ലോണം ഒന്ന് വറുത്തെടുക്കണേ. എന്നിട്ട് അതിലേക്ക് ഇതാ ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ കപ്പിൽ തന്നെ ഞാൻ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ടേസ്റ്റൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതില്ലെങ്കിൽ ഒഴിവാക്കുക, ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതാ ഇത് കുറുകി വന്നാൽ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറുകി വരുന്നവരെല്ലാം ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ്. എന്നിട്ട് ഇതാ ലാസ്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ പണിയുള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതുമാണ്, നല്ല ടേസ്റ്റിയാണ്. ഒന്ന് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, വെറുതെ പറയുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.